Hello everyone, welcome back to Catalyst Education. നമ്മളിന്ന് +1 എക്കണോമിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും essay ആയിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഷോർട്ട് essay ആയിട്ടൊക്കെ നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പോർഷൻ എന്നുള്ളതാണ്, പിന്നെ ഒന്ന് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ പോർഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രണ്ട് ടോപ്പിക്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്കൊരു 20 മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ വെറും 2 ടോപ്പിക്ക് പഠിച്ചിട്ട് നമുക്ക് 20 മാർക്ക് വാങ്ങാം. ഇനി നമുക്ക് 1 വേർഡ് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും, 2 മാർക്കിന് ചോദിച്ചാലും 8 മാർക്കിന് ചോദിച്ചാലും എങ്ങനെ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്മളെ മീൻ മീഡിയൻ മോഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം സ്റ്റാറ്റിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മീൻ കണ്ടുപിടിക്കൽ, മീഡിയൻ കണ്ടുപിടിക്കൽ, മോഡ് കണ്ടുപിടിക്കൽ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്കൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട് അല്ലേ. എക്കണോമിക്സിൽ ഓരോരോ കുട്ടിക്കും എക്കണോമിക്സിൽ കിട്ടിയ മാർക്കാണ് ഒരു കോളത്തിൽ തന്നിട്ടുള്ളത്. ആ ഒരു മാർക്ക് എത്ര കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് അതിന്റെ ഫ്രീക്വൻസി നമ്പർ ഓഫ് സ്റ്റുഡൻസും ആണ് നെക്സ്റ്റ് കോളത്തിൽ തന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പൊ ഈ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 0 മുതൽ 10 വരെ 10 to 20 അങ്ങനെയാണല്ലോ കൊടുത്തിട്ടുള്ളത്. സോ ഇതെന്താണ്? ഓക്കെ, അപ്പൊ ഈ 0 മുതൽ 10 വരെ അതിന്റെ ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത് 10 ആണ്. ഏറ്റവും ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 80 ആണ് അല്ലെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി ഓരോരോ നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങളോട് മീൻ എത്രയാണ്, മീഡിയൻ എത്രയാണ്, മോഡ് എത്രയാണ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. അപ്പം ഫസ്റ്റ് നമുക്കൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ നമുക്ക് മീൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്തിന്റെ ആവശ്യമുണ്ട്? നമുക്ക് മിഡ് വാല്യൂവിന്റെ ആവശ്യമുണ്ട് അല്ലെ. സോ നമുക്ക് മിഡ് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മീൻ ആണെങ്കിലും മീഡിയൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മിഡ് വാല്യൂ എന്തായാലും കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്താക്കുക, ഫസ്റ്റ് തന്നെ മിഡ് വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം 0 + 10 / 2 അതായിരിക്കും മിഡ് വാല്യൂ എന്ന് പറയുന്നത്. ഹയസ്റ്റ് വാല്യൂ പ്ലസ് ലോവസ്റ്റ് വാല്യൂ / 2. സോ നമുക്ക് എന്ത് കിട്ടി? 5, 15, 25, 35 അങ്ങനെ നമുക്ക് മിഡ് വാല്യൂ കിട്ടി. അപ്പൊ ഇതിന് നമുക്ക് M എന്ന് പറയാം, അല്ലെങ്കിൽ മിഡ് വാല്യൂ എന്ന് പറഞ്ഞു കൊടുക്കാം. ദെൻ അടുത്ത കോളം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീക്വൻസിയും മിഡ് വാല്യൂം ഇൻറ്റു ചെയ്യേണ്ടതാണ്. സോ ഫ്രീക്വൻസി ഇൻറ്റു മിഡ് വാല്യൂ ആണ് നമ്മുടെ നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത്. 5 × 5 25, 15 × 15 225, 18 × 25 450. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് FM കിട്ടി. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് എന്തെന്ന് പറയാം? FM എന്ന് പറയാം. ഓക്കെ, ഈ FM കിട്ടി കഴിഞ്ഞാൽ ഇതിന് നമ്മൾ എന്താക്കുക? സമ്മ് ചെയ്യാം. അതാണ് നമ്മുടെ സിഗ്മ FM എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 3525 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ ആവശ്യമുള്ളത്? നമുക്ക് മീൻ കണ്ടുപിടിക്കാൻ ആവശ്യമുള്ളത്. നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അത് മീഡിയനും മോഡിനും ആണ് നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ എന്താക്കുക? അതും കൂടി കണ്ടുപിടിക്കുക. എന്ത്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും കൂടി കണ്ടുപിടിക്കാം. 5 + 15 20, 15 + 18 38, 18 + 12 50, 12 + 20 70. അങ്ങനെ എന്താക്കാം? 50 + 12 70. അങ്ങനെ എന്ത് കണ്ടുപിടിക്കുക? നമുക്ക് നമ്മുടെ മോഡ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയില്ല. 5 5 + 5 20, 20 + 18 38, 38 + 12 അങ്ങനെ നമുക്ക് എന്താക്കാം? നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പ്രോബ്ലം നമുക്ക് ഇത് മൂന്നും കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ടേബിളിൽ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഫസ്റ്റ് തന്നെ മീൻ കണ്ടുപിടിക്കാനാണ് അല്ലെ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ മീൻ എന്ന് പറഞ്ഞാൽ സിഗ്മ FM / N ആണ്. സിഗ്മ FM എന്ന് പറയുന്നത് 3525 ആണ് അല്ലെ. നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. 3525 ആണ് എന്തെന്ന് പറയുന്നത് സിഗ്മ FM എന്ന് പറയുന്നത്. / 95 ആണ് എന്ത്? നമ്മുടെ F ഫ്രീക്വൻസിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 95. സോ 95 സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 37.7 എന്ന് നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. ഇതാണ് നമ്മുടെ മീൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മീഡിയൻ ആണ്. മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ മീഡിയൻ ക്ലാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മീഡിയൻ ക്ലാസ് നമ്മൾ കണ്ടുപിടിക്കുക n/2 12th ക്ലാസ് ആണ് എന്ത്? മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. വിച്ച് മീൻസ് 95 / 2. ഓക്കെ, 95 / 2 എന്ന് പറഞ്ഞാൽ 47.5 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ 47.5 എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് നമ്മൾ നോക്കേണ്ടത്. സോ
47.5 എന്ന് പറയുന്നത് ഏത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിന്റെ ഉള്ളിലായിരിക്കും? 38ന്റെയും 50ന്റെയും ഇടയിലാണ് അല്ലെ. 47.5 എന്ന് പറയുന്നത് 38ന്റെയും 50ന്റെയും ഇടയിലാണ്. സോ നമ്മൾ ഏത് കൺസിഡർ ചെയ്യുക? 15ന്റെ നേരെയുള്ള ക്ലാസ് കൺസിഡർ ചെയ്യുക. 30 to 40 ആണ് ക്ലാസ്. അപ്പൊ 30 to 40 ആയിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത് മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ നമ്മൾ എന്താക്കാം? മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? L1 plus n/2 minus CF divided by F into C. എന്താണ് L1? L1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിലുള്ള ലോവസ്റ്റ് ക്ലാസ് ആണ് എന്ത് L1 എന്ന് പറയുന്നത്. അതായത് 30 ആയിരിക്കും L1 എന്ന് പറയുന്നത്. n/2 95 divided by 2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 47.5. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അതിന്റെ തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് നമ്മൾ എന്താക്കേണ്ടത്? കൺസിഡർ ചെയ്യേണ്ടത്. ഡിവൈഡഡ് ബൈ എഫ്, അതിന്റെ ഫ്രീക്വൻസി, ഈ ഒരു ക്ലാസിന്റെ ഫ്രീക്വൻസി എത്രയാണ്? ഇൻറ്റു സി. സി എന്ന് പറയുന്നത് എന്താണ്? ക്ലാസുകൾ തമ്മിലുള്ള കോമൺ ഡിഫറൻസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സി എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ L1 എന്ന് പറയുന്നത് എത്രയാണ്? ഈ ഒരു ഇതിൽ 30 ആണ് L1. n/2 എന്ന് പറയുന്നത് 47.5 ആണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 30ന്റെ നേരെയുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 50 ആണ്. അതിന്റെ തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, വിച്ച് മീൻസ് 38. സോ 38 ഫ്രീക്വൻസി, 30ന്റെ നേരെയുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ്? ഓക്കെ, 30ന്റെ നേരെയുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ 12 നെട്ട്. ദെൻ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ രണ്ട് ക്ലാസ്സുകളും തമ്മിലുള്ള കോമൺ ഡിഫറൻസ് 10 ആണ്. സോ ഇതെല്ലാം നമ്മൾ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. 30 plus 47.5 minus 38 divided by 12 into 10. അപ്പൊ നമുക്ക് 30 plus 7.92 എന്ന് കിട്ടും. അതായത് 37.92 ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ മീഡിയനും കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം? മീഡിയൻ കണ്ടുപിടിക്കുക. ഒരൊറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കേണ്ടത് നമ്മുടെ ക്ലാസ് ഏതാണോ അതിന്റെ നേരെയുള്ളതല്ല, അതിന്റെ തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ. ദെൻ അത് കഴിഞ്ഞിട്ട് മോഡാണ്. മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വാല്യൂസിനാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. ഇവിടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് മോഡ് കണ്ടുപിടിക്കാനും എന്തുണ്ട്? ഒരു ചെറിയ ഇക്വേഷൻ ഉണ്ട്. L1 plus Δ1 divided by Δ1 plus Δ2 into C. L1 എന്ന് പറഞ്ഞാൽ എന്താണ്? ലോവർ ലിമിറ്റ് ഓഫ് ദി മോഡൽ ക്ലാസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. Δ1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രീക്വൻസി ഓഫ് മോഡൽ ക്ലാസ് ആൻഡ് പ്രീ മോഡൽ ക്ലാസ്. എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രീക്വൻസി ഓഫ് മോഡൽ ക്ലാസും പ്രീ മോഡൽ ക്ലാസും തമ്മിലുള്ളതിന്റെ തൊട്ട് മുൻപത്തെ മോഡൽ ക്ലാസും അതുപോലെ തന്നെ മോഡൽ ക്ലാസും തമ്മിലുള്ള അതിന്റെ ഫ്രീക്വൻസിന്റെ ഡിഫറൻസ് ആണ്. Δ2 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മോഡൽ ക്ലാസും അത് കഴിഞ്ഞിട്ടുള്ള മോഡൽ ക്ലാസും തമ്മിലുള്ള ഫ്രീക്വൻസിന്റെ ഡിഫറൻസ് ആണ്. ഓക്കെ. ദെൻ സി എന്ന് പറയുന്നത് ക്ലാസ് ഇന്റർവെൽ ആണ്. ഓക്കെ, അത് നമുക്ക് എന്താക്കാം നോക്കാം. മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് ടോപ്പ് ആയിട്ട് ഇവിടെ നിൽക്കുന്നത് ഏതിലാണ്? ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഫ്രീക്വൻസി വന്നിട്ടുള്ളത്, ഏറ്റവും ടോപ്പ് ഫ്രീക്വൻസി വന്നിട്ടുള്ളത് 20 ആണ് അല്ലെ. സോ 40 to 50 ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? മോഡൽ ക്ലാസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ n/2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ ഇട്ടിട്ടാണ് മീഡിയൻ ക്ലാസ് കണ്ടുപിടിച്ചിട്ടുള്ളത്. മോഡൽ ക്ലാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുക? ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി വന്നത് ഏത് ക്ലാസ്സിനാണോ അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മൾ എന്ത് കൺസിഡർ ചെയ്ത്? 40 to 50 എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് കൺസിഡർ ചെയ്ത്. L1 എന്ന് പറയുന്നത് എന്താണ്? 40 ആണ്. ഇനി Δ1 എന്ന് പറഞ്ഞാൽ എന്താണ്? 20 and 12ന്റെ ഡിഫറൻസ് ആണ്. 20 minus 12 ആണ് എന്ത്? Δ1. Δ2 എന്ന് പറഞ്ഞാലോ 20 minus 15 ആണ് എന്ത്? Δ2 എന്ന് പറയുന്നത്. സോ 20 minus 12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് 8 കിട്ടും. സോ Δ1 8 ആണ്. 20 minus 15, Δ2 എന്ന് പറയുന്നത് 15 ആണ്. ദെൻ ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. സോ നമ്മൾ അത് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. 40 plus 8 divided by 8 plus 5 into 10. സോ നമുക്ക് 46.15 ആണ് എന്ത് കിട്ടുന്നത്? മോഡ് കിട്ടുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ 8 മാർക്കിന്, ഇത് മൂന്നും കൂടി 8 മാർക്കിന് ചോദിക്കും. എന്തായാലും നമുക്ക് ചോദിക്കുന്ന ഒരു പോർഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഇതെന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ. ദെൻ അടുത്ത ടോപ്പിക് ആണ് എന്ത്? പോവേർട്ടി എന്ന് പറഞ്ഞ ചാപ്റ്ററിലുള്ള 3 ഡയമെൻഷണൽ അപ്രോച്ചുകൾ ഏതൊക്കെയാണ്? പോവേർട്ടി ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള 3 അപ്രോച്ചുകൾ ഏതൊക്കെയാണ്? അതുപോലെ തന്നെ പോവേർട്ടി അലിവിയേഷൻ പ്രോഗ്രാമിന്റെ ഒരു ക്രിട്ടിക്കൽ അസസ്മെന്റ് എന്താണ്? ഈ ഒരു കാര്യം ഇതും നമുക്ക് 8 മാർക്കിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ,
സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നമ്മുടെ 3 അപ്രോച്ചുകൾ പോവർട്ടി ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള. ഫസ്റ്റ് വൺ ആണ് ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച്. ഇതിന്റെ മറ്റൊരു പേരാണ് എന്ത്, ട്രിക്കിൾ ഡൗൺ തിയറി എന്ന് പറയുന്നത്. എന്താണ് ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ചിലൂടെ അവര് എന്താണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്? അതായത് നമ്മുടെ GDP ഇൻക്രീസ് ചെയ്യുക, നമ്മുടെ കൺട്രീന്റെ പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്യുക, അതിലൂടെ നമുക്ക് എന്താക്കാം, ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ആക്കിയിട്ട് നമുക്ക് പോവർട്ടി ഇല്ലാണ്ടാക്കാം. അതാണ് ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് അവർ എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്? ഇൻക്രീസ് ഇൻ GDP ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം. ഓക്കെ, ദെൻ അടുത്ത അപ്രോച്ച് ആണ് പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാം. സെക്കൻഡ് അപ്രോച്ച് ആണ് എന്ത്, പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ വെറൈറ്റീസ് ഓഫ് പ്രോഗ്രാംസ് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് സെൽഫ് എംപ്ലോയ്മെന്റ് ആയിട്ടും എങ്ങനെയൊക്കെ നമുക്ക് എന്തുണ്ടാക്കാം, ഇൻകം ഉണ്ടാക്കാം എന്നുള്ള ഒരു ഇതിലൂടെയാണ് അവർ എന്താക്കിയിട്ടുള്ളത്, പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പോവർട്ടി ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത വെറൈറ്റീസ് ഓഫ് പ്രോഗ്രാംസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് എന്ത്, മിനിമം നീഡ്സ് പ്രോഗ്രാം. എന്താണ് മിനിമം നീഡ്സ് പ്രോഗ്രാമിലൂടെ? അതായത് ബേസിക് ആയിട്ടുള്ള അമ്യൂണിറ്റീസ് പീപ്പിൾസിന് കൊടുക്കുക എന്നുള്ളത്. ഇപ്പൊ ഫുഡ് ഗ്രെയിൻസ് കൊടുക്കുക, സബ്സിഡീസിന്റെ റേറ്റ് സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള റേറ്റ് കൊടുക്കുക, എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, ഹെൽത്ത്, വാട്ടർ സപ്ലൈ. ഹെൽത്തിലൊക്കെ അവർക്ക് എന്തുണ്ടാക്കുക, കുറച്ച് ഇളവ് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് അവർക്ക് വേണ്ടി കൺസൾട്ടേഷൻ കൊടുക്കുക, വെള്ളം ഇല്ലാത്ത സ്ഥലത്തേക്ക് വാട്ടർ സപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനത്തെ ഒക്കെ ഒരു ഇതിനാണ് നമ്മൾ എന്താ പറയുന്നത്, മിനിമം നീഡ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി ഈ ഓരോരോ ഇതിലും എന്തൊക്കെയാണ് അവർ കൊണ്ടുവന്നത് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ് നമ്മുടെ GDP ഇൻക്രീസ് ചെയ്യുക, നമ്മുടെ പെർ ക്യാപിറ്റ ഇൻക്രീസ് ചെയ്യുക, അതാണ് ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ചിലൂടെ അവര് മെൻഷൻ ആക്കുന്നത്. ഇവിടെ എക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. എക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവന്നാൽ ആളുകൾക്ക് ജോബ് ഉണ്ടാവും, അല്ലെ? ആളുകൾക്ക് എന്തുണ്ടാവും, കുറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അങ്ങനെ കുറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യുക, അതിലൂടെ ആളുകളുടെ ഇൻകം ഇൻക്രീസ് ആക്കുക എന്നുള്ളതാണ് ഇതിലൂടെ അവർ മെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ മെയിൻ ആയിട്ട് എന്താണ്, പുവർ ആയിട്ടുള്ള ആളുകളാണ് അവരെന്താക്കുന്നത്, ഈ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്താക്കുന്നത്, എയിം ചെയ്യുന്നത്. ഈ ഒരു ഇതിന്റെ മറ്റൊരു പേരാണ് എന്ത്, ട്രിക്കിൾ ഡൗൺ തിയറി എന്ന് പറയുന്നത്. അടുത്തതാണ് പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാം. അതിൽ അവർ സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട്, വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ ഓരോന്നും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിൽ ഫസ്റ്റ് വൺ ആണ് REGP, റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം. എന്താണ് റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാല്, ക്രിയേറ്റിംഗ് സെൽഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. റൂറൽ ഏരിയാസിലുള്ള ആളുകൾക്ക് സെൽഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ അവരെന്താക്കുന്നത്, ലക്ഷ്യമാക്കുന്നത്. ദെൻ അടുത്തതാണ് എന്ത്, SJSRY, സ്വർണ ജയന്തി സഹാരി റോസ്ഗാർ യോജന. എന്താണ്, സെൽഫ് ആൻഡ് വേജ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. അർബൻ ഏരിയാസിലുള്ള ആളുകൾക്ക് സെൽഫ് എംപ്ലോയ്മെന്റും വേജ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് എന്ത്, SJSRY എന്ന് പറയുന്നത്. ദെൻ അടുത്താണ് എന്ത്, PMRY. എന്താണ്, പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന. ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക. എഡ്യൂക്കേറ്റഡ് ആയിട്ടും അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്താക്കുക, കുറച്ച് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക, അവർക്ക് ജോലി എത്താനുള്ള കുറെ അസിസ്റ്റൻസ് കൊടുക്കുക. അതാണ് എന്തെന്ന് പറയുന്നത്, പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് SGSY, സ്വർണ ജയന്തി ഗ്രാം റോസ്ഗാർ യോജന. അതും ഇതുപോലെ തന്നെയാണ്. അതായത് പോറായിട്ടുള്ള ആളുകളെ, പോവർട്ടി ലൈനിന്റെ താഴെയുള്ള ആളുകളെ മുകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ളതാണ്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക, അവർക്ക് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ്, റൂറൽ ഏരിയാസിലുള്ള ആളുകൾക്ക് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് ഇൻകം എങ്ങനെയെങ്കിലും ഉണ്ടാക്കാനുള്ള ഒരു വേ കാണിച്ചു കൊടുക്കുക. അതാണ് എന്ത്, സ്വർണ ജയന്തി ഗ്രാം റോസ്ഗാർ യോജന. സോ ഇത്രയാണ് നമ്മുടെ സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് എന്ത്, വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ്. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത്, NREGP 2005, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. അതായത് ഒരു ഇയറിൽ 100 days അവർക്ക് എന്താക്കാം, വർക്ക് ഗ്യാരണ്ടി ചെയ്യുക മിനിമം വേജ് റേറ്റിൽ. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, NREGP എന്ന് പറയുന്നത്. അതിപ്പം റീനെയിം ആയിട്ട് എന്തായി മാറി, MGNREGP, മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ആയിട്ട് മാറിയിട്ടുണ്ട്. ദെൻ അടുത്തതാണ് എന്ത്, NFWP, നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. അതായത് ഇവിടെ എന്താക്കാണ് അവർക്ക് ജോലി, റൂറൽ ഏരിയാസിലുള്ള ആളുകൾക്ക് ജോലി പ്രൊവൈഡ് ചെയ്യാണ്. അവർക്ക് വേജിന് പകരം എന്ത് കൊടുക്കും, ഫുഡ് ഗ്രെയിൻസ് കൊടുക്കും. അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്കും കൂടി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ഗ്രെയിൻസ് കൊടുക്കും. അതായത് പൈസക്ക് പകരം അവർക്ക് ഫുഡ് ഗ്രെയിൻസ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് എന്ത്, NFWP എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് എന്ത്, SGRY, സമ്പൂർണ്ണ ഗ്രാം റോസ്ഗാർ യോജന. ഓക്കെ,
ഇതും എന്തെന്നാണ് റൂറൽ ഏരിയാസിലുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത് സമ്പൂർണ്ണ റോസ്ഗാർ യോജന എന്ന് പറയുന്നത്. ഓക്കെ, ഇതും നമ്മൾ എന്താക്കാൻ അവർക്ക് വേജിന് പകരം എന്ത് കൊടുക്കുക, ഫുഡ് ഗ്രെയിൻസ് പ്രൊവൈഡ് ചെയ്യുക, ഇതന്നെയാണ്. ഓക്കെ, അവർക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, അതാണ് എന്ത് സമ്പൂർണ്ണ ഗ്രാം റോസ്ഗാർ യോജന എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് മിനിമം നീഡ്സ് പ്രോഗ്രാം. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത് PDS, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അതായത് റേഷൻ ഷോപ്പിലൂടെ ഒക്കെ നമ്മൾ എന്താക്കാണ്ട് ഫുഡ് ഗ്രെയിൻസ് കൊടുക്കുന്നതാണ് എന്ത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അത് നമുക്കിപ്പോൾ റേഷൻ ഷോപ്പിൽ നിന്നൊക്കെ നമുക്കിപ്പോൾ അരി കിട്ടുകയാണെങ്കിൽ, ഗോതമ്പ് കിട്ടുകയാണെങ്കിലൊക്കെ അതൊരു കുറഞ്ഞ റേറ്റിനായിരിക്കും നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ ഒരാൾക്ക് 2 കിലോ വെച്ചിട്ട് എന്നുള്ളൊരു കണക്കിനായിരിക്കും കിട്ടുക. ഓക്കെ, നമ്മൾ ഷോപ്പിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ എത്രയോ കുറവിലായിരിക്കും നമുക്ക് അവിടെ നിന്ന് അരിയും ഗോതമ്പൊക്കെ കിട്ടുന്നത്. ഓക്കെ, അതാണ് എന്ത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് ICDS, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം. അതായത് അമ്മക്കും കുഞ്ഞിനും ഒരു 6 വയസ്സിന് താഴെയുള്ള അമ്മക്കും കുഞ്ഞിനൊക്കെ ഫുഡ് അസിസ്റ്റൻസ് കൊടുക്കാം. നമ്മളിപ്പോൾ അംഗനവാടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രസവിച്ച് കഴിഞ്ഞ് പാടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കും, ഫുഡ് ഗ്രെയിൻസ് കൊടുക്കും. ഇപ്പം പയറായിട്ടും കടലായിട്ടും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ കൊടുക്കും, അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, സോ അങ്ങനത്തെ. പിന്നെ അടുത്തതാണ് MDM, മിഡ് ഡേ മീൽ സ്കീം. അത് നമ്മുടെ സ്കൂളിലൊക്കെ നമുക്ക് കിട്ടുന്ന ഉച്ചഭക്ഷണത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മിഡ് ഡേ മീൽ സ്കീം എന്ന് പറയുന്നത്. നമുക്ക് ഫ്രീ ആയിട്ടാണല്ലേ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് മിനിമം നീഡ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ ഇത് മൂന്നാണ് നമ്മുടെ പോവർട്ടി അലവിയേഷൻ പ്രോഗ്രാംസ്. ഓക്കെ, പോവർട്ടി ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നത് ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച്, പോവർട്ടി അലവിയേഷൻ പ്രോഗ്രാംസ്, വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ്. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ഇത് കൊണ്ടുവന്നതിലൂടെ എന്തൊക്കെയാണ് വന്നത്, അതിന്റെ ഒരു ക്രിട്ടിക്കൽ അസസ്മെന്റ് എന്താന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും, ഒരു എക്സ്റ്റെന്റ് വരെ നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്, പോവർട്ടിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സക്സസ്ഫുള്ളി നമുക്ക് പോവർട്ടിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇൻഡിപെൻഡൻസ് കഴിഞ്ഞതിന് ശേഷം മുതൽ. ഓക്കെ, the percentage of absolute poor in some state is now well below the national average. ഭയങ്കര പുവർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും, അബ്സല്യൂട്ട് പുവർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ഓക്കെ, അങ്ങനത്തെ ആളുകളൊക്കെ നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്, ഒരു പരിധി വരെ നമുക്ക് അവരെ ഒരു ബിലോയിൽ നിന്നും കുറച്ച് മുകളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോ നമ്മൾ പോവർട്ടി അലവിയേഷൻസ് പ്രോഗ്രാം കൊണ്ടുവന്നു, പക്ഷേ എന്നാലും നമ്മൾ കുറെ പോവർട്ടി അലവിയേഷൻ പ്രോഗ്രാംസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഹങ്കറും മാൽന്യൂട്രീഷനും ഇല്ലിറ്ററസിയും ലാക്ക് ഓഫ് ബേസിക് അമ്യൂണിറ്റീസും അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ഒക്കെ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു എക്സ്റ്റെന്റ് വരെയും നമുക്കത് ഇല്ലാണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചില ഏരിയാസ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇപ്പോഴും ഭക്ഷണം കിട്ടാണ്ടും ദാഹിച്ചിട്ടും ന്യൂട്രീഷൻ ഇല്ലാണ്ടും ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും. അത് മാത്രമല്ല വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും, അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ്, ആ ഒരു പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതൊക്കെ ഇപ്പോഴും എന്താക്കുന്നുണ്ട്, സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്. ഓക്കെ, പിന്നെ റിസോഴ്സസും അതുപോലെ തന്നെ ഫണ്ട് അലോക്കേഷൻ ഒക്കെ ഇൻസഫിഷ്യന്റ് ആണ് നമ്മുടെ എക്കണോമിയിൽ. അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് സെക്ടേഴ്സ് എടുക്കുകയാണ്, ബാങ്കിങ് സെക്ടേഴ്സ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ കമ്മിറ്റ്മെന്റ്സ് കുറവായിരിക്കും. അവർ കറപ്ഷൻ, അവർ അഴിമതി ഇതാക്കുന്നുണ്ടാവും, കൈക്കൂലി വാങ്ങുന്ന ആളുകൾ ഉണ്ടാവും. ഓക്കെ, പിന്നെ അത് മാത്രമല്ല പല സ്കീമുകളെ പറ്റിയിട്ടും ഈ ഒരു പുവർ ആയിട്ടുള്ള ആളുകൾക്ക് ഇപ്പോഴും ഒരു ഇൻഫോർമേഷനും കിട്ടുന്നില്ല, അതിനെ പറ്റിയിട്ട് അവർക്ക് ഒരു നോളജും ഇല്ല. അതും ഇപ്പൊ നമ്മൾ നേരിടുന്ന ചില ആളുകൾക്ക് ഇതിനെ പറ്റിയിട്ട് അറിയാം, പക്ഷെ ഇതിനെ പറ്റിയിട്ട് അറിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും, ഈ സ്കീമുകളൊക്കെ ഉണ്ട് എന്ന് അറിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും. സോ ഇതാണ് അതിന്റെ ഒരു ക്രിട്ടിക്കൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയാണ് എഴുതി കൊടുക്കേണ്ടത്. അതായത് ഒരു എക്സ്റ്റെന്റ് വരെ നമുക്ക് പോവർട്ടി ഇല്ലാണ്ടാക്കാൻ സക്സസ്ഫുള്ളി നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് സക്സസ് ആണ് ഉള്ളത്. അബ്സൊല്യൂട്ട് പുവർ ആയിട്ടുള്ള കുറെ ആളുകളെ നമുക്ക് എന്താക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്, ആ ഒരു പോവർട്ടി ലൈനിന്റെ മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഹങ്കറും മാൽന്യൂട്രീഷനും ലാക്ക് ഓഫ് ലിറ്ററസിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. റിസോഴ്സസും ഫണ്ട് അലോക്കേഷനും ഒക്കെ ഇൻസഫിഷ്യന്റ് ആണ്. ബാങ്കിങ് സെക്ടേഴ്സ് ആയാലും ഗവൺമെന്റ് സെക്ടേഴ്സ് ആയാലും അവിടെയൊക്കെ ലാക്ക് ഓഫ് കമ്മിറ്റ്മെന്റ് ആണ്. അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കറപ്ഷൻ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളും. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ഇത്രയും പ്രോഗ്രാംസിനെ പറ്റിയിട്ടും ഈ ഒരു പുവർ ആയിട്ടുള്ള ആളുകൾക്ക് ഇപ്പോഴും വെൽ നോളജ് ഇല്ല എന്നുള്ളത് നിങ്ങൾ എന്താക്കാം, എഴുതി കൊടുക്കാം. സോ ഈ ഒരു 2 ടോപ്പിക്ക് നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് തന്നെ പഠിച്ചു പോവുക. എന്തായാലും എക്സാമിന് ചോദിക്കുന്ന 2 ടോപ്പിക്സ് ആണ്. നമുക്ക് വെറും 2 ടോപ്പിക്സ് പഠിച്ചിട്ട് നമുക്ക് 20 മാർക്ക് വാങ്ങാൻ പറ്റിയ ഒരു ചാൻസ് ആണ്. സോ ആരും ഈ 2 ടോപ്പിക്സ് മിസ് ചെയ്യരുത്. ഓൾ ദ ബെസ്റ്റ്.